വണ്ടി പോകും, കാരണം മുന്നോട്ട് പോകും. കാരണം എന്താ, ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തു, എന്നിട്ട് ഇത് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താ, പോകുമ്പോൾ ഇത് ഇറക്കമാണ് ഫ്രണ്ടിൽ വേണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. കേട്ടാ, ഇനി ഇപ്പൊ ബ്രേക്ക് എന്ന് പറയാൻ മുന്നോട്ടും ഇല്ല ബാക്കിലേക്കും ഇല്ല. കണ്ട, എനിക്ക് എങ്ങോട്ടും സ്റ്റിയറിംഗ് ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു കൺട്രോളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കണ്ടാ കറക്റ്റ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ടാ പോകുന്നത് ബാക്ക് എങ്ങോട്ടാ പോകുന്നത് നോക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടികൾ അതിലേക്ക് കൺട്രോൾ തെറ്റിപ്പോവുകയും ചെയ്യും. പഠിക്കുന്നവർ മാത്രം എന്റെ വീഡിയോസ് കണ്ടാൽ മതി. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനം വീട്ടിലില്ല, അല്ലെങ്കിൽ വാഹനം ഉണ്ട്, അത് പുതിയ വണ്ടിയാണ്, അതിൽ എടുക്കാൻ ഒരു മടി, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്റെ വണ്ടി കൊണ്ട് വന്ന് നിങ്ങൾ എവിടെയാണല്ലോ അവിടെ വന്ന് നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാം എന്നൊരു ധൈര്യം വരുന്നിടം വരെ എന്റെ വണ്ടിയെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടിയിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നതിനെ പറ്റിയാണ്. ഈ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല, ലൈസൻസ് കിട്ടിയ ആൾക്കാർക്ക് പോലും ചിലർക്ക് അറിയില്ല ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. എന്നാൽ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം. ഈ ഹാഫ് ക്ലച്ച് നമ്മൾ പറയുന്നത് എന്തിനാ, ക്ലച്ചിന്റെ പകുതിക്ക് വരുന്നത് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്തിനാ ഈ ഹാഫ് എന്ന് പറയുന്നതിനർത്ഥം എന്തിന്റെയും പകുതിക്കാണ്. പഴയ വാഹനങ്ങളും പുതിയ വാഹനങ്ങളും ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് മെത്തേഡ് വേറെയാണ്. അതായത് പഴയ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ ഈ ഒരു 1/4 ഭാഗം ആകാതെ എന്ത് ചെയ്യത്തില്ല, വാഹനം മൂവ് ആകത്തില്ല. എന്നാൽ പുതിയൊരു വാഹനം ആകുമ്പോഴോ നമ്മൾ ഒന്ന് അനക്കി കഴിയുമ്പോഴേ വണ്ടി മൂവ് ആകും. അപ്പൊ പിന്നെ പകുതി എന്ത് ചെയ്യും. അപ്പൊ ഓരോ വണ്ടിക്കും വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ഹാഫ് എന്നല്ല പറയണ്ട, ബൈറ്റിംഗ് പോയിന്റ്, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റ് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബൈറ്റിംഗ് പോയിന്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ ഇടുക. ഗിയർ ഇട്ടതിന് നിങ്ങൾ ഹാൻഡ് ബ്രേക്കിൽ തന്നെ ഇട്ടതിന് ശേഷം ആ ബ്രേക്കിലും കാല് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മെല്ലെ കാൽ ഇങ്ങനെ എടുത്ത് നോക്കുക. നിങ്ങൾ മുൻപോട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു സാധനം, അതായത് ക്ലച്ചിൽ ഇങ്ങനെ ചവിട്ടിയിരിക്കുന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ സൗണ്ടും മുകളിലേക്ക് വരുംതോറും ആ വണ്ടിക്ക് വേറൊരു സൗണ്ട് വ്യത്യാസം വരുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സൗണ്ട് വ്യത്യാസം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ വാഹനം ബൈറ്റിംഗ് പോയിന്റിലായിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൗണ്ട് വ്യത്യാസം വന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ബ്രേക്കിൽ കാലിരുന്നിട്ട് പിന്നെ മുകളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യും, നമ്മുടെ കഴുത്തിൽ പിടുത്തി ഞെക്കുമ്പോൾ നമ്മുടെ ശ്വാസം മുട്ടി ചത്തുപോന്ന് പറഞ്ഞതുപോലെ ആ ജെർക്കിങ് കൂടുതൽ, ആ സൗണ്ട് വ്യത്യാസം കൂടുതലായിട്ട് വരുംതോറും എന്ത് ചെയ്യും, ആ ബ്രേക്കിലും ഹാൻഡ് ബ്രേക്കിലും കിടക്കുന്നിടത്തോളം കാലം ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെല്ലെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ ഒരു ആദ്യം നമ്മൾ തുടങ്ങുന്നതിന്റെ ആ ഫീലിംഗിലെ സൗണ്ട് വ്യത്യാസം മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബൈറ്റിംഗ് പോയിന്റിലായി. പിന്നെ വാഹനം മുൻപോട്ടും ഇല്ല ബാക്കിലേക്ക് ഇല്ലാത്ത രീതിയിലാണ്. പിന്നെ നിങ്ങൾ നിരപ്പത്തുനിന്ന് എങ്ങനെയാണോ ഒരു വാഹനം എടുക്കുക അതേ രീതിയിൽ തന്നെ. കാരണം നമ്മൾ നിരപ്പത്തുനിന്ന് വണ്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ക്ലച്ച് ബ്രേക്കിൽ നിന്ന് മാറിയിട്ട് ക്ലച്ച് എടുത്തുകൊണ്ട് ഓടുകയല്ല. ഈ ക്ലച്ച് എടുത്തുകൊണ്ട് ഓടിയാൽ എന്ത് സംഭവിക്കും, വാഹനം ഓഫ് ആയി പോകും. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നിരപ്പത്തുനിന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ മെല്ലെ, അതായത് ബൈറ്റിംഗ് പോയിന്റ് വന്നു, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറി മുകളിൽ വരുന്നിടം വരെയും നമ്മൾ ക്ലച്ചിന്റെ മുകളിൽ വരുന്നിടം വരെയും നമ്മൾ എടുക്കുകയാണ്. അപ്പൊ മുകളിൽ വരുന്നിടം വരെയും നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ തന്നെ കൊണ്ട്, എന്നാലേ ആ വണ്ടി സ്മൂത്തായിട്ട് വാഹനം ഓഫ് ആകാതെ കൃത്യമായിട്ട് എടുക്കാൻ കഴിയുള്ളൂ. ഞാൻ ഉദാഹരണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ വാഹനം ഞാൻ ബ്രേക്കിൽ നിന്ന് മാറി, ഇത് കണ്ടില്ലേ, ആ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് വന്നു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ മുകളിലേക്ക് എടുത്തോണ്ട് ഇതുപോലെ ഓടിക്കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി ഓഫ് ആയി പോകും. അതേ സമയത്ത് ഈ ക്ലച്ചിന് ഈ ബൈറ്റിംഗ് പോയിന്റ് വന്നു, ഈ ബൈറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം മെല്ലെ മേലോട്ട് എടുക്കുന്നെങ്കിലോ നമുക്ക് നടന്ന് കണ്ട, നമുക്ക് ഇത് ആവശ്യം, നമുക്ക് വീടിന്റെ കാർ പോർച്ച് കിടക്കുമ്പോഴും വീടിന്റെ മുറ്റത്ത് കിടക്കുമ്പോഴും ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകുമ്പോഴും എല്ലാം നമുക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും, സ്പീഡ് കൂടി വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് പോകും തോറും നമുക്ക് അതിന് കൺട്രോൾ തെറ്റുകയാണ്. കാരണം നമുക്ക് സ്പേസ് ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ആ സ്പീഡിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗും തിരിക്കാനുണ്ടാകും. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൺട്രോൾ തെറ്റിപ്പോകും. തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടും. അപ്പൊ ആ കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിലും ആ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതി ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ നിരപ്പത്തുനിന്ന് എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ മുകളിലേക്ക്, നമുക്കിപ്പോ സ്പേസ് കുറവുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരു വണ്ടിക്ക് അനക്കം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ക്ലച്ചിന്റെ മുകളിലോട്ട് കൊണ്ടുവരണ്ട, അവിടെ തന്നെ വെച്ചാൽ അവര് തന്നെ അനങ്ങി തരും. അപ്പൊ അതുകൊണ്ടില്ലേ മുകളിലോട്ട് പോകുന്നത്, ഇപ്പൊ ഈ വണ്ടി അനങ്ങുന്നേ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണ്ട, പിന്നെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് എടുക്കണ്ട, അവര് തന്നെ ഓടി തരും. നമുക്ക് അതാ ആ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ടിരിക്കുമ്പോൾ മുകളിലോട്ട് പോകാതെ തന്നെ വണ്ടിക്ക് സ്പീഡ് കൂടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതെ ഇറക്കമാണ്. ഇപ്പൊ ചെറുതായിട്ടൊരു ഇറക്കം വന്നുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ബ്രേക്കിൽ ഒന്ന് സെറ്റ് ചെയ്യുക, ക്ലച്ച് ഒന്നും പിന്നെ ചെയ്യാതെ കണ്ട് ഇങ്ങനെ ബ്രേക്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൺട്രോൾ ചെയ്ത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഹനം കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്തും ഇപ്പൊ കണ്ടില്ല, ഞാനിപ്പം ബ്രേക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എങ്ങോട്ട് വണ്ടി പോകും, കാരണം മുന്നോട്ട് പോകും. കാരണം എന്താ, ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തു, എന്നിട്ട് ഇത് ബാക്കിലേക്ക് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താ, ഇതൊരു ഇറക്കത്തായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ബാക്കിലോട്ട് പോകുമ്പോൾ ഇത് ഇറക്കമാണ് ഫ്രണ്ടിൽ. അപ്പൊ നമ്മൾ ഈ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടിരുന്നു കണ്ടാ,
ഈ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കേട്ടാ ഇനി ഇപ്പൊ ബ്രേക്ക് എന്ന് മാറിയാൽ മുന്നോട്ടും ഇല്ല ബാക്കിലേക്കും ഇല്ല കണ്ട. എന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഓടണ്ട, മെല്ലെ കണ്ട് ഈ ഒരു അനക്കം കിട്ടി. ഞാൻ പിന്നെ എന്റെ കാലം ശ്രദ്ധിച്ച് ഒരു അനക്കം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. എനിക്കിപ്പോ നടന്നു കയറിയാൽ മതി. അപ്പൊ നമുക്ക് അവിടെ ഈ നടന്നു കയറുന്ന സമയത്ത് എനിക്ക് എങ്ങോട്ടെങ്കിലും സ്റ്റിയറിംഗ് ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു കൺട്രോളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കണ്ട കറക്റ്റായിട്ട് നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു നമുക്ക് നടന്നു കിട്ടിയാൽ മതി. പിന്നെ നമ്മുടെ കാലം ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല കണ്ട. നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ നിങ്ങൾ ഈ വണ്ടി മൂവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് വണ്ടി ഇതുപോലെ അങ്ങ് കയ്യിൽ നിന്ന് പോകും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ലെഫ്റ്റോട്ടോ റൈറ്റോട്ടോ ഒക്കെ തിരിക്കേണ്ടതുണ്ടാകും. ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആകെ കൺട്രോൾ പോയി നമ്മുടെ നോട്ടവും കാര്യങ്ങളെല്ലാം അതിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ടാ പോകുന്നത് ബാക്ക് എങ്ങോട്ടാ പോകുന്നത് നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടികൾ അതിലേക്ക് കൺട്രോൾ തെറ്റി പോവുകയും ചെയ്യും. അപ്പൊ ഈ ബൈറ്റിംഗ് പോയിന്റ് നമ്മളൊന്ന് കണ്ടു പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ സാർ നമ്മൾ ബൈറ്റിംഗ് പോയിന്റിനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ പഠിച്ചു. ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതും, മുമ്പോട്ട് നമ്മൾ ഇടുങ്ങിയ സ്ഥലത്തു നിന്ന് വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ്, വീടിന്റെ കാർ പോർച്ചിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി എടുക്കുമ്പോഴും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ബൈറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം സ്വല്പം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം സെയിം തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ ഈ കമന്റിൽ, അതായത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പഠിക്കുന്നവർ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം നാണോ ഒന്നും വിചാരിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമന്റായിട്ട് നിങ്ങൾ ഏർപ്പെടുന്ന സമയം കിട്ടുന്നവരെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, കാരണം ഇത് പറയാനുള്ള കാരണം പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ വരുമോന്ന്. അപ്പൊ നിങ്ങൾ കേരളത്തിന്റെ അങ്ങേ അറ്റമാണെങ്കിലും ഇങ്ങേ അറ്റമാണെങ്കിലും ഇടയിലുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനം വീട്ടിലില്ല, അല്ലെങ്കിൽ വാഹനം ഉണ്ട് അത് പുതിയ വണ്ടിയാണ്, അതിലെടുക്കാൻ ഒരു മടി, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്റെ വണ്ടി കൊണ്ട് വന്ന് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങളുടെ എവിടെയാണല്ലോ അവിടെ വന്ന് കോൺഫിഡൻസോട് കൂടി, പുതിയ വണ്ടി ഉള്ളവരെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതേ നമുക്ക് നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് തന്ന് നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാം എന്നൊരു ധൈര്യം വരുന്നിടം വരെ എന്റെ വണ്ടിയെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടിയിലും പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ